പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻ കറിയാണ്. അപ്പോൾ അതിനാവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഫിഷിൻ്റെ പേരെനിക്കറിയില്ല, ഇവിടെ കിട്ടുന്ന ഏറ്റവും നല്ല ഫിഷാണ്. പിന്നെ വടക്കംപുളി, തക്കാളി, പിന്നെ ഇത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് വെച്ചിരിക്കുന്നതാണ്. എണ്ണ. അപ്പോൾ നമ്മളിതാ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്, കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള എല്ലാം അതേട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാ മതി, അത്രയും എണ്ണ മതി നമുക്ക്. അപ്പോൾ എണ്ണ ചൂടാവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണയൊന്ന് ചൂടായിട്ട് വേണം നമുക്കതിലേക്ക് കടുകിനെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വെച്ച് നോക്കണം കേട്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻകറി റെസിപ്പിയാണത്. അപ്പോൾ നിങ്ങളിത് വെച്ച് നോക്കുന്നത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം. അപ്പോൾ എണ്ണ ഇച്ചിരി കടുകിട്ട് നോക്കാം നമുക്ക്. ഇല്ല, എണ്ണ ചൂടായിട്ടില്ല. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് നല്ലവണ്ണം എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് പിന്നെ കടുകിട്ട് കൊടുക്കാം. അതെ, നമുക്ക് കടുക് ഫുള്ളിട്ട് കൊടുക്കാം. കണ്ടല്ലോ കടുക് എത്ര ഇട്ടെന്ന് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതവിടെ ഒന്ന് പൊട്ടട്ടെ. പൊട്ടുമ്പോൾ ദേഹത്തൊക്കെ തെറിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും അപ്പോൾ മാറി നിന്നിക്കുക. ദേഹത്തൊക്കെ തെറിച്ച് വീണിട്ട് കയ്യും കാലൊന്നും പൊള്ളിക്കണ്ട. കടുകിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വേണമെങ്കിൽ കുറച്ച് തീ ഒന്ന് കുറച്ച് കൊടുത്തോളൂ. അതാണ് കടുകിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്. തെറിച്ച് ദേഹത്തൊക്കെ വീണാൽ കയ്യൊക്കെ പൊള്ളും. അതുകൊണ്ട് കുറച്ച് മാറി നിൽക്കുന്ന ഒന്നായിരിക്കും. അതിനുശേഷം ഈ വെച്ചിരിക്കുന്ന ഇത്രയും സാധനം എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും സാധനമാണ്. അപ്പം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെ ഈ പാചകം എന്ന് പറയുന്നത് കുറച്ച് കുഴപ്പം കൂടിയുള്ള അപകടം കൂടിയുള്ള പാചകമാണ്. അപ്പം സൂക്ഷിച്ചിട്ട് കൊടുത്ത് നോക്കൂ. അപ്പോൾ ഇത് നമുക്ക് കണ്ടില്ലേ, അതിൽ കറിവേപ്പിലയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, ഇത്രയും സാധനമാണ് നമ്മൾ അതിലിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് അതിനൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ദേഹത്തൊന്നും തെറിച്ച് വീഴാതൊക്കെ സൂക്ഷിക്കണം കേട്ടോ. കാരണം പിന്നെ എപ്പോഴും പാചകം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് അപകടം കൂടിയാണ്. അത്രയും സൂക്ഷിച്ചൊക്കെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കുറച്ച് അപകടം കൂടിയുള്ള സാധനമാണ് ഈ പാചകം എന്ന് പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെവിടെ കിടന്നൊരു കുറച്ച് ബ്രൗൺ കളർ ആയിക്കോട്ടെ. കാണുന്നുണ്ടല്ലോ നിങ്ങൾ, എന്തൊക്കെയാണ് അതിലുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. ഞാൻ പറയാതെ തന്നെ വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, കറിവേപ്പിലുണ്ട്, ഇത്രയും സാധനമാണ് ഇതിലിരിക്കുന്നത്. ഇത്രയും സാധനം ഇവിടെ കിടന്ന് ഇങ്ങനെ എണ്ണയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാ സാധനത്തിനകത്തും കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ചേർക്കാറുണ്ട്. കാരണം നല്ല വെളുത്തുള്ളി ഇപ്പോൾ ഒരു ഗവേഷണമൊക്കെ നടത്തി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, വെളുത്തുള്ളി എന്നുള്ള ക്യാൻസറിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനമാണ്. അവർ പറയുന്നത് നമ്മൾ തോല് പോലും കളയാതെ വെളുത്തുള്ളി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഞാൻ തോലൊക്കെ കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത്. കാരണം എല്ലാവരും ഉപയോഗിക്കുന്ന അല്ലേ കറി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തോലൊക്കെ കളഞ്ഞിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് നല്ലവണ്ണമായിട്ടുണ്ട്. കുറച്ചുകൂടി ആവട്ടെ. കുറച്ചുകൂടി ആയിട്ട് നമ്മൾ അടുത്തിടാൻ പോകുന്ന ചേരുവയെന്ന് പറയുന്നത് തീ ഒന്ന് കുറയ്ക്കുക. തീ ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇടുമ്പോഴും ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. തക്കാളി കാരണം തെറിച്ച് ദേഹത്തൊന്നും വീഴില്ല. തെറിച്ച് ദേഹത്തൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് പണിയാകും. അത് ഓർമ്മ വേണം. അപ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. സൂക്ഷിച്ച് കൈകാര്യം ശേഷം തക്കാളി നമ്മൾ ഇട്ട് കൊടുത്തു. തക്കാളി അതിൻ്റെ തീയിൽ കിടന്ന് ഇങ്ങനെ വഴറ്റുകയാണ്. കണ്ടോ, തക്കാളി അതിൻ്റെ കൂടെ കിടന്ന് ഇങ്ങനെ വഴട്ടെ. തീ കുറച്ച് നമുക്ക് കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടാൽ തന്നെ ഒരു ഭംഗി തോന്നുന്നുണ്ടല്ലേ. ഇതെല്ലാം കൂടി ഇങ്ങനെ ഇതിൽ കിടന്ന് വഴട്ടെ. അപ്പോൾ നമുക്ക് ആ തക്കാളി ഒന്ന് ഉടഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വേറെ സാധനം കൂടി ഇപ്പം ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കും. ഉടഞ്ഞ് കഴിഞ്ഞു. അപ്പം നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ ഇടാൻ വെച്ചിരിക്കുന്ന ആ വടക്കംപുളി മുഴുവൻ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. കണ്ടോ, വടക്കംപുളി ആവശ്യത്തിന് വടക്കംപുളി നിങ്ങളുടെ പുളിക്ക് അനുസൃതമായിട്ടുള്ള, ഇവിടെ കുറച്ച് പുളി കൂടുതൽ വേണം എല്ലാവർക്കും. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് തക്കാളിയും ചേർക്കും, വടക്കംപുളിയും ചേർക്കുന്നുണ്ട്. തീ വേണമെങ്കിൽ കുറച്ച് കൊടുക്കും, കയ്യിലൊന്നും തെറിച്ച് വീഴല്. അപ്പോൾ അതെല്ലാം കൂടി അതിനകത്തൊന്ന് കിടന്ന് ഒന്ന് മിക്സായി ഒന്ന് വഴന്ന് വരട്ടെ. കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ. വടക്കംപുളിയുണ്ട്, തക്കാളിയുണ്ട്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അല്ലെങ്കിൽ കൊത്തി അരിഞ്ഞെടുക്കുക, പിന്നെ കറിവേപ്പില. അപ്പം ഇതെല്ലാം കൂടി കിടന്ന് അതിലൊന്ന് നല്ലവണ്ണം ഒന്ന് വാടി വരട്ടെ. നല്ലവണ്ണം ഒന്ന് വാടി വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പിൽ ഞാൻ പറഞ്ഞു അരപ്പിലുള്ള 4 ഈ കരണ്ടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഈ കരണ്ടിക്ക് 4 കരണ്ടി
മുളക് പൊടി, 2 കരണ്ടി മല്ലിപ്പൊടി, ചെറിയൊരു സ്പൂണ് പിന്നെ മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇത്ര സാധനമാണ് ചേർത്തിരിക്കുന്നത്. ഇത്രയും സാധനം ചേർത്ത് അതിനെ വെള്ളത്തിൽ നമ്മൾ നല്ല ഭംഗിയായിട്ടൊന്ന് കുഴച്ച് വെച്ചേക്കുന്ന സാധനമാണ്. ഇപ്പോൾ കണ്ടല്ലോ നിങ്ങൾ. വീട്ടിലേക്ക് ഇനി ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഈ അരപ്പിനെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കണം. കണ്ടില്ലേ, ഈ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പിനെ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഫുൾ അതിലേക്ക് നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ചധികം വരുന്നതിനകത്ത് വെള്ളം കൂടെ മിക്സ് ചെയ്താൽ മതി. കാണുന്നുണ്ടല്ലോ അതിൽ ചേർത്ത് കൊടുക്കുന്നത് കാണുന്നുണ്ടല്ലോ, കരണ്ടിലൊക്കെ കുറച്ചിരിക്കുന്നുണ്ട്. അതിനൊക്കെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഒന്നേത് വെള്ളം ചേർക്കാതിരിക്കുന്ന വെള്ളം ചേർക്കും, നല്ലവണ്ണം വെള്ളം ചേർക്കും. അത് ഓർമ്മയാണ്, കുറച്ച് വെള്ളം, വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഓക്കെ, പാത്രത്തിൻ്റെ അടിയിലും ഇവിടെയൊക്കെ പറ്റിയിരിക്കൊണ്ട് അതിനെയൊക്കെ ഒന്നാക്കിയെടുത്തിട്ട് നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഈ അരപ്പിന് നല്ലവണ്ണം അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം. ഇതിനകത്തിട്ട് നല്ല ഭംഗിയായിട്ട് അരപ്പിനെ മൂപ്പിച്ചെടുക്കുക. ഓക്കെ, കുറച്ച് പച്ചച്ചവയൊക്കെ മാറി നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് വെന്തോട്ടെ. അത് കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട്. ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് വേണ്ടേ, കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഉപ്പിടേണ്ടി വരത്തില്ല, കാരണം ആവശ്യത്തിന് ഉപ്പ് നമുക്കത് ചേർത്ത് കഴിഞ്ഞു. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. അത് നല്ലവണ്ണം നല്ല ഭംഗിയായിട്ട് അത് വഴന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലവണ്ണം വഴട്ടെ. തീ വേണമെങ്കിൽ ഇച്ചിരി കുറച്ച് വെച്ച് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല, സൂക്ഷിച്ച് ചെയ്യുക. നല്ലവണ്ണം വഴന്നു. ഓക്കെ, തീ കുറച്ച് വെച്ചു. ഇപ്പം നമ്മൾ ആ വെള്ളം അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്ക്. ചേർത്തിട്ട് അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ എടുത്തു. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം തീ കൂട്ടി വെക്കാം നമുക്ക്. ഒന്ന് മിക്സ് ചെയ്തു. ബാക്കി ഇവിടെ ഇരിക്കുന്ന വെള്ളം കൂടി അതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം. കേട്ടോ, ബാക്കി വെള്ളം കൂടി നമ്മളിപ്പോൾ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീനിന്ന് വെള്ളം ഇറങ്ങും, അത് എപ്പോഴും ഓർമ്മ വേണം. നമ്മൾ മീൻ ആദ്യം കൂട്ടിയിടുമ്പോൾ കുറച്ച് വെള്ളം കുറച്ച് ചെയ്താൽ മതി, കാരണം മീനകത്തുനിന്ന് എപ്പോഴും വെള്ളം ഇറങ്ങുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് തിള വരട്ടെ. തിള വന്നതിന് ശേഷം നമുക്ക് മീനെ പറക്കിയിട്ട് മീൻ ദാ ഇവിടെ ഇരിപ്പുണ്ട്. ഈ മീനെന്ന് പറഞ്ഞാൽ നമ്മുടെ വടക്കമ്പുളി ഉണ്ടല്ലോ, വടക്കമ്പുളി വൃത്തിയാക്കാൻ വെള്ളം ഒഴിച്ച് ഒരു 10-20 മിനിറ്റ് അവിടെ വെച്ചതിന് ശേഷം എടുത്തതാണ് ഈ മീൻ. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മീൻ എപ്പോഴായാലും ഒരു ഉളുമ്പ് മണം കാണും. ആ ഉളുമ്പ് മണമൊക്കെ പോയി നല്ല പച്ച, ഫ്രിഡ്ജിലിരിക്കുന്ന മീൻ പോലും അങ്ങനെ ചെയ്താൽ നല്ല പച്ച മീനെ പോലെ നമുക്ക് കിട്ടും. അപ്പം അത്രയ്ക്ക് പ്രത്യേകിച്ച് ഈ മീൻ കുറച്ച് ടേസ്റ്റ് കൂടുതലാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനാണിത്. അപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടു. ഇനി ഒന്ന് തിള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തിള വന്നു കഴിഞ്ഞ ഉടനെ നമുക്ക് മീനെ പറക്കിയിട്ട് അടച്ച് വെച്ച് നമുക്കെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് ചെറുതായിട്ട് തിളയൊക്കെ വന്നു തുടങ്ങി. അപ്പം നമുക്ക് ഓരോ മീനായിട്ട് അങ്ങോട്ട് പറക്കിയിട്ട് കൊടുക്കുന്നത്. വലിയ പീസ് മീനാണ് കേട്ടോ. ഇവിടെ അവർ നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് ഇതിനെ കട്ട് ചെയ്യുന്നു വേണ്ട, അവർ തന്നെ കട്ട് ചെയ്ത് തരുന്നത്. അപ്പം നമ്മളോട് ചോദിക്കുന്നു ഇത്ര വലിയ പീസ് കട്ട് എങ്ങനെയാണ് മീൻ ചെയ്ത് തരേണ്ടതെന്ന് ചോദിക്കുന്നു. നമ്മളിപ്പം പറയും ഇത്ര പീസ് വേണം എന്നൊക്കെ പറയുമ്പോഴത്തേനും അങ്ങനെയാണ് അവർ കട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പം തലയൊക്കെ നമുക്കിവിടെ ഇതിനെയൊന്നും കട്ട് ചെയ്യാൻ പറ്റിയ ഉപകരണങ്ങളൊന്നുമില്ല. ഇവിടെ അങ്ങനെ നമ്മൾ സിംഗപ്പൂരല്ലേ, കൊടുവാളോ അല്ലെങ്കിൽ വേറെ ഒന്നും വാങ്ങിയൊന്നും വെക്കത്തൊന്നുമില്ല. അപ്പം നമ്മൾ മീനിൻ്റെ തലയൊക്കെ അങ്ങനെ തന്നെ ഇടും. പക്ഷേ ഈ മീനെന്ന് പറഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കൂടുതലുള്ള മീനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണിത് കറി വെച്ച് കഴിയുമ്പോൾ. മീൻ്റെ പേര് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, അതുകൊണ്ട് മീനിൻ്റെ പേരൊന്നും എന്നോട് ചോദിക്കല്ലേ. പിന്നെ മീനിൻ്റെ പേര് എനിക്കറിയത്തില്ല. ഒന്നേ എനിക്കറിയൂ, ഞാൻ ഇവിടെ വന്നത് കറി വെച്ച് കൂട്ടിയത് ഏറ്റവും നല്ല മീനാണിത്. ഭയങ്കര ടേസ്റ്റാണ് ഈ മീൻ. അപ്പോൾ ഒന്ന് കുറച്ച് തരാനുള്ളതിനെയൊക്കെ നമുക്ക്
ഒന്ന് താത്ത് കൊടുക്കാം. മീൻ ഇട്ട് കഴിഞ്ഞു. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഈ കറി വെച്ച് ഇതേ റെസിപ്പി വെച്ച് നിങ്ങൾ കറി വെച്ച് നോക്കൂ. കറി വെച്ച് നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയാം. ഓക്കെ, ഏറ്റവും സൂപ്പറായിട്ടുള്ള, ഞാൻ വെക്കുന്നത് എൻ്റെ ഈ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള മീൻ കറിയാണ്. ഓക്കെ.